ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഇനി വെറും വയറ്റിലാവില്ല. ഡെയിലി ഇതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചാൽ മതി. ഹൈ പ്രോട്ടീൻസ് അടങ്ങിയ നല്ലൊരു എനർജി ബോളിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ കറുത്ത എള്ളാണ് കേട്ടോ. അത് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു തവണ ഈ കാണുന്നത് പോലെ എള്ള് കഴുകി വാരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അത് നിർബന്ധമില്ല, ഞാനിവിടെ ഒരു വെള്ളത്തിൽ മാത്രമേ കഴുകിയിട്ടുള്ളൂ. ശേഷം ഒരു ടവലിലേക്കോ മറ്റോ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഈർപ്പം ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം ഇങ്ങനെ നനച്ചെടുക്കുന്ന എള്ളിൽ ഈർപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ പാനിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് മുരിഞ്ഞു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ഈർപ്പം കംപ്ലീറ്റ് മാറിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് പാനിലേക്ക് ഇട്ട് മുരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ എള്ളിലെ 80% ജലാംശവും വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യാം. എള്ള് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അധികം സമയം എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ അവയെല്ലാം പൊട്ടി തുടങ്ങും. ദേണ്ടി ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ തോതിൽ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അധികം സമയം എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പൊട്ടിത്തീരും. അതുവരേക്കും തുടരെ ഇളക്കി കൊടുത്തിട്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി, അതുപോലെ 6 ബദാം, 1.5 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്, അതായത് മത്തങ്ങയുടെ അരി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒടുവിലായിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാട്ടർമെലൺ സീഡ്, തണ്ണീർമത്തൻ്റെ അരി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതിനു മുൻപ് ചേർത്ത് കൊടുത്ത 3 ഐറ്റംസ് മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ ഇത് മൂത്ത് പൊട്ടി തുടങ്ങും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിത് ഒടുവിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ നട്ട്സും സീഡ്സും വറുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇനി അടുത്തതായി ഇതേ പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉണക്കത്തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത് 3.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇതുപോലെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, എള്ള്, നട്ട്സ്, സീഡ്സ്, അതോടൊപ്പം ഇട്ട് കൊടുത്തിട്ട് ഒടുവിലായിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ച് ശർക്കര പാനിയാക്കി മാറ്റാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ശർക്കര പാനി കാച്ചി എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു കാരണവശാലും തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്ത് വേണം നമുക്ക് ഇത് ശർക്കര പാനിയാക്കി മാറ്റാൻ. 1-2 തവണത്തെ തിളപ്പിന് ശേഷം ശർക്കര പാനി ചെറിയ തോതിൽ കട്ടിയായി തുടങ്ങി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക. ഈ കാണുന്നത് പോലെ ഒരു നൂൽ പരുവത്തിന് ശർക്കര പാനി ആയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത് വഴി ശർക്കരയിൽ മണ്ണോ പൊടിയോ മറ്റ് മാലിന്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം അരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാനിയും കൂടി അരിച്ച് ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച എള്ള്, നട്ട്സ്, സീഡ്സ്, അതുപോലെ തേങ്ങാ നുറുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇതിലെ ചൂടൊക്കെ കംപ്ലീറ്റ് മാറിയതിനു ശേഷം ശർക്കര പാനിയും ഈ എള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉരുട്ടി തുടങ്ങാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയ ഒരു എനർജി ബോളെന്ന് തന്നെ പറയാം. ഇത് ഈ രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഒരു എയർ ടൈറ്റ് ജാറിലാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 1 മാസത്തോളം ഒരു കേടും കൂടാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇതിലെ ചൂടൊക്കെ മാറി ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ചെറിയ തോതിലൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുട്ടി തുടങ്ങാം. ഇങ്ങനെ ഉരുട്ടുന്നതിന് മുൻപായി കയ്യിൽ ഒരല്പം ഈർപ്പം അവശേഷിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. കൈ നനച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് ചെറിയ ഈർപ്പത്തോടു കൂടി വേണം നമുക്ക് ഓരോ ഉരുളകളും ഉരുട്ടിയെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവയെല്ലാം കയ്യിലൊട്ടാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റിയ നല്ലൊരു എനർജി പ്രോട്ടീൻ ബോളാണ്. എല്ലാവരും അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.